മലയാളത്തിലെ അതുല്യ നടൻ ജയൻ 1939 ജൂലൈ 25 തീയതി കൊല്ലം ജില്ലയിലെ തേവള്ളിയിലെ ഓലയിലാണ് കൃഷ്ണൻ നായർ എന്ന ജയൻ ജനിച്ചത്. സത്രം മാധവൻ പിള്ള എന്നും കൊട്ടാരക്കര മാധവൻ പിള്ള എന്നും അറിയപ്പെട്ടിരുന്ന അച്ഛൻ തിരുവിതാംകൂർ രാജവംശത്തിന്റെ കൊല്ലം ശാഖയായ തേവള്ളി കൊട്ടാരത്തിലെ വിചാരിപ്പുകാരനായിരുന്നു. മാതാവ് ഓലയിൽ ഭാരതിയമ്മ. സോമൻ നായർ എന്ന അനുജനും അദ്ദേഹത്തിനുണ്ടായിരുന്നു. വീടിനടുത്തുണ്ടായിരുന്ന മലയാളി മന്ദിരം സ്കൂളിലാണ് ജയൻ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പിന്നീട് ജയൻ ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത്. പഠനത്തിലും കലാകായിക രംഗത്തും മിടുക്കനായിരുന്ന ജയൻ പാടുവാനും അഭിനയത്തിലും ആയോധന കലകളിലുമൊക്കെ നൈപുണ്യം പുലർത്തിയിരുന്നു. സ്കൂളിലെ NCCയിൽ ബെസ്റ്റ് കേഡറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ജയന് അതുവഴി നേവിയിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കുകയായിരുന്നു. ഇന്ത്യൻ നേവിയിൽ നിന്ന് രാജിവെക്കുമ്പോൾ ജയൻ ചീഫ് പെറ്റി ഓഫീസർ പദവിയിൽ എത്തിയിരുന്നു. 15 വർഷത്തെ നാവിക ജീവിതത്തിനു ശേഷമായിരുന്നു അദ്ദേഹം സിനിമാ രംഗത്തേക്കെത്തുന്നത്. 1974 റിലീസ് ചെയ്ത ശാപമോക്ഷമായിരുന്നു ആദ്യ ചിത്രം. ജയന്റെ അമ്മാവന്റെ മകളായിരുന്ന അഭിനേത്രി ജയഭാരതിയാണ് ജയനെ ചലച്ചിത്ര രംഗത്ത് പരിചയപ്പെടുത്തുന്നത്. ചെറിയ വേഷങ്ങളിലൂടെ അഭിനയലോകത്ത് സജീവമായിരുന്നെങ്കിലും ഇവയിൽ പലതും വില്ലൻ വേഷങ്ങളായിരുന്നു. സംഭാഷണത്തിലും അഭിനയത്തിലും പ്രത്യേകതയുണ്ടായിരുന്ന ജയന്റെ ശൈലിയും ശബ്ദവും മലയാള സിനിമയിൽ പ്രത്യേക ശ്രദ്ധ പിടിച്ചുപറ്റി. ജയന് സാഹസികതയോടുള്ള പ്രണയം തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ സംവിധായകർ ജയനുവേണ്ടി അതുവരെയുണ്ടായിരുന്ന മലയാള സിനിമയുടെ കഥാഗതിയെപ്പോലും തിരുത്തിയെഴുതി. സിംഹത്തോടും കാട്ടാനയോടും ഏറ്റുമുട്ടാനോ, ക്രെയിനിൽ തൂങ്ങി ഉയരങ്ങളിലേക്ക് പൊങ്ങിപ്പോകാനോ, കൂറ്റൻ ഗ്ലാസ് ഡോറുകൾ തകർത്തു മുന്നേറാനോ, വലിയ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടാനോ ഒക്കെയുള്ള സാഹസിക രംഗങ്ങളിൽ അഭിനയിക്കുന്നത് ജയന് ഹരമായിരുന്നു. 1976 ഹരിഹരൻ സംവിധാനം ചെയ്ത പഞ്ചമിയാണ് കൃഷ്ണൻ നായരുടെ അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവ്. കൃഷ്ണൻ നായർ ആ ചിത്രത്തിലൂടെ ജയനായി മാറി. മലയാള സിനിമയിലെ കരുത്തനായ പ്രതിനായകനായി മാറിയ അദ്ദേഹം പിന്നീട് ഉപനായകനായും നായകനായും വളർന്നു. ഹരിഹരന്റെ ശരപഞ്ചരമാണ് ജയൻ നായകനായ ആദ്യ ചിത്രം. IV ശശിയുടെ അങ്ങാടിയിലെ ജയന്റെ താരപരിവേഷത്തിന് മാറ്റുകൂട്ടി. ജയൻ സീമ ജോഡി അക്കാലത്ത് ചെറുപ്പക്കാരുടെ ഹരമായിരുന്നു. സാഹസിക രംഗങ്ങളാണ് ജയനെ സൂപ്പർ താരമാക്കിയത്. അതേ സാഹസികത തന്നെയാണ് 41 വയസ്സിൽ ജയന്റെ മരണത്തിനും കാരണമായത്. കോളിളക്കം എന്ന സിനിമയിലെ ഒരു സാഹസിക രംഗത്തിന്റെ ചിത്രീകരണത്തിനിടയിലുണ്ടായ ഒരു ഹെലികോപ്റ്റർ അപകടത്തിലാണ് 1980 നവംബർ 16 തീയതി അദ്ദേഹം അകാല മൃത്യു അടയുന്നത്. തമിഴ്നാട്ടിലെ ചെന്നൈക്കടുത്തുള്ള ഷോളവാരത്ത് ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗം ചിത്രീകരിക്കുന്നതിനിടെയായിരുന്നു സിനിമാ ലോകത്തെ ഞെട്ടിച്ച ഈ സംഭവമുണ്ടായത്. സംവിധായകൻ ഈ രംഗത്തിന്റെ ആദ്യ ഷൂട്ടിൽ സംതൃപ്തനായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഈ രംഗത്തിന്റെ 3 ഷോട്ടുകൾ എടുത്തിരുന്നു. എന്നാൽ തന്റെ പ്രകടനത്തിൽ അസംതൃപ്തനായിരുന്ന ജയൻ മറ്റൊരു ഷോട്ടെടുക്കാൻ സംവിധായകനെ നിർബന്ധിക്കുകയായിരുന്നുവെന്ന് കോളിളക്കത്തിന്റെ നിർമ്മാതാവ് പറയുന്നു. ജയന്റെ മൃതദേഹം ചെന്നൈയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ നാട്ടിലെത്തിച്ചു. തുടർന്ന് മൃതദേഹം വിലാപയാത്രയായി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിച്ച ശേഷം വീട്ടുവളപ്പിൽ അച്ഛന്റെ അന്ത്യവിശ്രമസ്ഥാനത്തിനടുത്ത് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. നിരവധി ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി കാണാനെത്തിയത് എന്നതിനാൽ തന്നെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസിന് വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വന്നു.